ഡിഡ് യു എവർ ലവ്ഡ് യുവർ സെൽഫ്? നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ? ഞാനിന്ന് ഭക്ഷണം കഴിച്ചു, ഞാനിന്ന് വെള്ളം കുടിച്ചു, ഞാനിന്ന് കിടന്നുറങ്ങി, അതും എ കൈൻഡ് ഓഫ് സെൽഫ് ലവ് ആണ്. പക്ഷെ അതിലുപരി നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേടുകളെ ഇഷ്ടപ്പെടുക. ഒരുപോലെ നിങ്ങൾ എന്താണോ, ഐ ലവ് മൈ സെൽഫ്, എനിക്ക് എന്നെ ഇഷ്ടമാണ്, അതാണ് സെൽഫ് ലവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പോയിന്റ്സ് ആണ് അബൌട്ട് സെൽഫ് ലവ്. നിങ്ങൾക്കൊരു സെൽഫ് ലവ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ഫസ്റ്റ് പോയിന്റ് ആണ്, മേക്ക് എ ബൗണ്ടറി ഓർ എ ലിമിറ്റ്. നമുക്കറിയാം, നമ്മൾ പറയുന്നത് സാധാരണ രാത്രി ഞാൻ ഒരുപാട് നേരം ഫോണിൽ നോക്കിയിരുന്നുകൊണ്ട് ഉറക്കം വന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഫോണിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറക്കം വരാത്തത്. അത് നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന ഒരു സെൽഫ് ലവ് അല്ല. നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫ് ലവ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ അവിടെ മാറ്റി വെച്ച് നിങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളെ പ്രയോറിറ്റി കൊടുക്കുക. ഇനിയിപ്പം എനിക്ക് ഇത് കഴിക്കുന്ന ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജങ്ക് ഫുഡ്സ്, പക്ഷെ അതെൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ ഞാൻ അവിടെ ഒരു ലിമിറ്റ് വെക്കണം, ഞാൻ അവിടെ ഒരു ബൗണ്ടറി ചെയ്യണം. ഫോൺ ഒരുപാട് നേരം ഞാൻ സ്ക്രോൾ ചെയ്തിരുന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എൻ്റെ ഉറങ്ങാനുള്ള സമയമാണ് അവിടെ പോകുന്നത്. പക്ഷേ നേരെ മരിച്ച് അവിടെ ഒരു ബൗണ്ടറി, ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിങ്ങൾ ഒരു ലിമിറ്റ് വെക്കുക, അവിടെ നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന ഒരു സെൽഫ് ലവ് ആണ്. സെക്കൻഡ് പോയിന്റ് ആണ്, അവോയ്ഡ് സെൽഫ് ഡൗട്ട്. എന്നെ കൊണ്ട് ഇതിന് പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് അല്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒന്ന് വിചാരിക്കുക, നല്ല ഹെവി ഡ്രൈവറായിട്ട് പെട്ടെന്നൊരു RT ഓഫീസറെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയാണ്. നല്ല വണ്ടി ഓടിക്കുന്ന ആളായിരിക്കാം, പക്ഷെ RT ഓഫീസറെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. അതുപോലെ തന്നെ പണ്ട് ടീച്ചർ വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ട് ഉത്തരം പറയാതിരിക്കുക, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, അതെല്ലാം സെൽഫ് ഡൗട്ടിങ് ആണ്. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തെറ്റിപ്പോവോ, എനിക്ക് പറ്റില്ലേ, ഡൗട്ടിങ്. നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുക. സോ അവോയ്ഡ് സെൽഫ് ഡൗട്ടിങ്. അതിന് മറിച്ച് പറ്റും, ഞാൻ ചെയ്ത് നോക്കട്ടെ, എന്നെ കൊണ്ട് അതിന് പറ്റും, ചെയ്ത് നോക്കിയാലല്ലേ പറ്റുമെന്ന് അറിയുള്ളൂ, അപ്പോൾ ഞാൻ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലേ എന്ന്. സോ അവോയ്ഡ് സെൽഫ് ഡൗട്ടിങ്. തേർഡ് പോയിന്റ് ആണ്, ഫൈൻഡ് സെൽഫ് കമ്പാഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ തോറ്റുപോയി എക്സാമിൽ. അപ്പോൾ നിങ്ങൾ പറയും, വയ്യ, പഠിപ്പൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എക്സാമിൽ തോറ്റുപോയി, അപ്പോൾ നിങ്ങൾ പറയും, പക്ഷേ വയ്യ, എന്നെ കൊണ്ട് വയ്യ, ഈ പഠിപ്പൊന്നും എനിക്ക് നടക്കില്ല, വേറെ വല്ല ബിസിനസ്സൊക്കെ വേറെ എന്തിലേക്ക് ഞാൻ തിരിയട്ടെ. പക്ഷെ മറിച്ച് നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പം ഒരു എക്സാമിൽ തോറ്റുപോയിട്ട് നിങ്ങൾ എന്തോ ഭാഗ്യത്തിലൊന്ന് ജയിച്ചു പോയി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയും, പോട്ടടാ, ഒരു എക്സാം അല്ലേ, കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ എഴുതിയെടുക്കാം എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുന്ന ഒരു കെയർ പോലും നിങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഫ്രണ്ട് അവിടെ തോറ്റുപോയപ്പോൾ നിങ്ങൾ പറഞ്ഞു, എടാ പോട്ടടാ, ഒരു എക്സാമാണ്, നമുക്കത് ഇമ്പ്രൂവ് ആക്കാം. നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എനിക്കിനി ചെയ്യാനും പറ്റില്ല. സെൽഫ് കമ്പാഷൻ ആയിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ്, നിങ്ങളിൽ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ പഠിപ്പിക്കുക. ഫോർത്ത് പോയിന്റ് ആണ്, അക്സെപ്റ്റ് യുവർ ഇൻസെക്യൂരിറ്റീസ് ഓർ ഇംപെർഫെക്ഷൻസ്. എല്ലാവർക്കും ഈ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ചിലപ്പം എല്ലാവരും പറയും, നീ തടിച്ചിട്ടാ, അല്ലെങ്കിൽ നീ മെലിഞ്ഞിട്ടായല്ലോ, കുറച്ച് കറുത്തു പോയോ, അല്ല വെളുത്തിട്ടാ. ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഒരു ശരീരാകൃതി ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ നിറം ഇതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്കറിയാമല്ലോ, നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ നമ്മളെ തന്നെ മനസ്സിലാക്കാതെ, ഇപ്പം നമ്മൾ നമ്മളോട് തന്നെ പറയാതെ ഇങ്ങനെ ഒളിച്ചു വെച്ച്, അയ്യോ ഞാൻ മെലിഞ്ഞിട്ടാ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ ഞാൻ മെലിഞ്ഞിരിക്കും എന്ന് വിചാരിച്ച് പോയിട്ട് ഒരാൾ പെട്ടെന്ന് നിങ്ങളോട് നല്ല വണ്ണം വെച്ചല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ദേ പോയി. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി അവിടെ പ്രൊജക്റ്റ് ഔട്ടായി. അപ്പോൾ നിങ്ങൾക്ക് തീരെ സഹിക്കാതെ വരും. അതിന് പകരം ഇനി ഏത് ഡ്രസ്സ് ഇട്ടാലും എൻ്റെ ശരീരാകൃതി ഇതാണ്, എനിക്ക് എന്നെ ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടമെന്നൊന്ന് ആലോചിച്ച് നോക്കേ. ഇനി ആര് തടിച്ചാന്ന് പറഞ്ഞാലും നിങ്ങൾ വിചാരിക്കും, അതെനിക്കറിയാലോ, എനിക്കറിയാം ഞാൻ തടിച്ചിട്ടാന്ന്, ഇനി ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് അത് എനിക്ക് വിഷമമാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ കേടുകളെ എപ്പോഴും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളിലാണ്, അത് മാത്രം നിങ്ങൾ പ്രൊജക്റ്റ് ഔട്ട് ചെയ്ത്, അതിന് പകരം ഇത് എനിക്ക് ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇതൊക്കെ എനിക്കുണ്ട്, നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഈ ശരീരാകൃതിയിലോ നിങ്ങളുടെ ശരീര നിറത്തിലോ അല്ല നിങ്ങളുടെ കാര്യങ്ങൾ. അത് നിങ്ങളുടെ വെറും ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. ഒരാൾ നിങ്ങളെ കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് എവിടെയും സക്സസ് ആകാൻ പറ്റില്ല. പക്ഷെ മറിച്ച് നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം എപ്പോഴും അക്സെപ്റ്റ് യുവർ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ കഴിവുകേടുകളെ, ഇംപെർഫെക്ഷൻസിനെ എല്ലാം നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ
ഇംപെർഫെക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് കമ്പാഷന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ ഒരു ലിമിറ്റ് വെക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ലവ് കിട്ടാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ പ്രണയിക്കാൻ പറ്റും, നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക. നമുക്കല്ല എല്ലാവർക്കും ഉള്ളിലും ഒരു കൊച്ചു കുട്ടിയുണ്ട്, എവിടെയോ വെച്ച് നമ്മൾ മറന്നുപോയ ഒരു കുഞ്ഞു ബാലൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് വേണ്ട ശരിക്കും ഒരു പാമ്പറിങ്ങും കെയറിങ്ങും, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് കെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡിന് എന്താണോ വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങളെ പ്രണയിച്ച് നിങ്ങളെ ലവ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.